സാറ് ഡ്യൂട്ടിക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട് ഗുരുക്കളെ. കൈ ശരിയാന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ആരെ ഇടിക്കാനാ ഗുരുക്കളെ? അയ്യോ, വളരെ ശ്രദ്ധിക്കണോന്നാ പറഞ്ഞത്. കബഡി ഗ്രൗണ്ടിൽ ഇത്രയും വലിയ അടി നടന്നിട്ട് സാറിന്റെ എല്ല് മാത്രമല്ലേ പൊട്ടിയുള്ളൂ? ഓരോ ലോഡും തടയും ഞങ്ങൾ, ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ. ശാന്തന്റെ അളിയനാണോ? അത് വലിയ കഥയാന്നേ. ഈ ടിപ്പറിന്റെ ചീർപ്പാച്ചല് കാരണേ ശാന്തൻ വീടിന്റെ മുന്നിൽ ഒരു വലിയ ഹമ്പ് പണിതായിരുന്നു. അന്ന് മുതൽ ശാന്തന്റെ വീടെത്തുമ്പോ ടിപ്പർ സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ശാന്തൻ നോക്കുമ്പോ എന്നാ ലോറിയുടെ ഫ്രണ്ട് സീറ്റ് ശാന്തന്റെ പെങ്ങള്. നാട് കുട്ടിച്ചടക്കുമല്ലോ. എന്തായാലും ഒരു അടിക്കുള്ള വകുപ്പായി. ടോമിയും ടീമും കൂടി എത്തിയിട്ടല്ലേ അളിയന്മാര് തമ്മിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് ശല്യം ഞങ്ങൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ കോറി മുതലുള്ള ആളല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് കോറിക്ക് അനുമതി കൊടുത്തത്. ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിലേ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴേ അത് എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തില്ലേ? എന്തായാലും തെറ്റുണ്ടോ? പോലീസുകാരെ സാർ പറയട്ടെ. സാറേ പറയത്തില്ലേ? എന്നാ പട്ടാളക്കാരെ സാമൂല് പറയട്ടെ. ആരനുമതി കൊടുത്താലും നശിക്കുന്നത് നമ്മുടെ നാടാന്ന് മറക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാമൂലെ. ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആരുടെ ഇവനെ ശാന്തന് പേരുകൾ? എന്നാ അടിയായിരുന്നല്ലോ. പോലും കാണാൻ പുഷ്പേട്ട, നമ്മുടെ പൂവൻകോഴിക്കനെ കുത്തനെ. ഉറപ്പായിട്ടും. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ ശാന്തൻ എന്റെ ഒരു പോളിസി എടുക്കും. അതിനെന്താ എത്ര പോളിസി എടുക്കാം? പിന്നെ ആത്മഹത്യ ചെയ്ത കാശ് കിട്ടുന്ന വല്ല പോളിസി ഉണ്ടെങ്കിൽ ആ വാഴക്കരെ കൊണ്ടൊന്ന് എടുപ്പിക്കണം. അവന്റെ കുടുംബത്തിന് സഹായമാവല്ലോ. ശാന്തന്റെ ശാന്തമായ സ്വഭാവം. അപ്പയും കൂട്ടുകാരും കൂടി ടെന്റിലിരിക്കുമ്പോഴാ ഈ സംഭവം. കാട്ടുനായ്ക്കൾ ഓരിയിരുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഓ, പട്ടികൾ മാത്രമേ ഉള്ളൂ? കടുവയും പുലിയൊന്നുമില്ലേ? അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അപ്പ അപ്പോഴേ തോക്കുണ്ടായിരുന്നില്ലേ? എടാ, എന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാരവിടെ മൈനുകൾ കുഴിച്ചിട്ടുണ്ട്. അപ്പ ഈ മൈനുകൾ എന്ന് വെച്ചാ എന്താ? എടാ, ഇത് ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു തരം ബോംബാണ്. ബോംബൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാം. രണ്ടാളും വന്നേ, ഇതിപ്പോഴൊന്നും പൊട്ടിത്തീരില്ല. ബാക്കി ഞാൻ കിടക്കുമ്പോ പറഞ്ഞുതരാം. ഷോട്ടാക്കി പറഞ്ഞുതരാപ്പാ. നീ നടക്ക്, ഞാൻ ഷോട്ടാക്കി പറഞ്ഞുതരാം കേട്ടോ. നടക്കട അങ്ങോട്ട്. അവൻ ഉറങ്ങിയോ? അതെ, വലിയ ചെറുക്കനായി. അവന് കൂടെ കളിക്കാൻ ഒരാളും കൂടെ വേണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. അവൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. താല്പര്യം എനിക്കാണെങ്കിലോ? അപ്പൊ ഒരാൾ കൂടി വേണം അല്ലേ? അതിനിങ്ങനെ കട്ടിലിരുന്നാ മാത്രം മതിയോ? ഇവൻ നാട്ടുകാർക്ക് സ്വയം തരില്ലാന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? നാളെ ഞാൻ ആ കോശാനൊന്ന് കാണട്ടെ. മനസ്സമാധാനം താടാ.
ദൈവമേ, സ്തോത്രം കർത്താവേ. റിയാറാ, സിയാറാ, റിയാറാ, സിയാറാ. സ്തോത്രം കർത്താവേ. ഈ സമയം കേൾക്കേണ്ട സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താനെ എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോ. അതെ, സാത്താനെ, ഈ ഭവനത്തിൽ നിന്ന് കടന്നു പോ. ഈ ഭവനത്തിൽ നിന്ന് കടന്നു പോ. സാമൂലിനെ വിളി മോളെ. കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്. എൻ്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഈ നാറ് എങ്ങാനും അവൾ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല. ഇച്ചായം പേടിക്കണ്ട, എനിക്ക് അവളെ അറിയാം. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇച്ചായ, അന്ന ചേച്ചി, ഇച്ചായ, എന്നാടി എന്നാ പറ്റി? ഇച്ചായ ചാച്ചിന് തീരെ സുഖമില്ലെന്ന് വേഗം വരുമോ? യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം. ഹോസ്പിറ്റലോട്ടോ. എന്തേ കാണിക്കണേ? പ്രാർത്ഥനയിലൊന്നും കണ്ടില്ലേ? കോശിച്ചാന്റെ ദൈവകൃപ കൊണ്ട് എല്ലാം സൗഖ്യം പ്രാപിക്കും. പഠിക്കോ? എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഒന്നങ്ങോട്ട് ഒരു കാര്യം. സ്തോത്രം എന്നും എന്നേക്കും. നിങ്ങൾ പഠിക്കോ? ദൈവത്തിനു സ്തോത്രം, ദൈവത്തിന് എന്താ മതി മതി മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ കോച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിടി വാ. പിടിച്ച് പതുക്കെ. അയ്യോ, 9, 6, അരമണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൈ BP ആയിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. ഓ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിക്രിസ്തു നിൽക്കുന്നു, അന്തിക്രിസ്തു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ പൂവൻകോഴി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഒറ്റ വോട്ടർമാരെ പോലും വിടുന്ന പ്രശ്നമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴേ എന്തായാലും ഈ പഞ്ചായത്തിൽ പൂവൻ കഴിവ് പോകുമെന്ന് അപേക്ഷിക്കുകയാണ്. ഓ, നമ്മുടെ പോസ്റ്ററുകൾ കൂടുതൽ അവന്റെ പോസ്റ്ററെ ഒട്ടിച്ചു വെച്ചേക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റിയല്ലോ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. അത് പോട്ടെ. പിന്നെ ഇലക്ഷൻ മുമ്പ് ബഷീർ നാട്ടിൽ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്നാലേ ഒരു 6 നാരങ്ങ സോഡ. നമസ്തേ മാഷേ. നമസ്കാരം. ആ ബൈറ്റിയെ തുടങ്ങാം. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുമായി നമുക്കെപ്പോഴും സമ്പർക്കമുണ്ടാവണം. ഉണ്ട്, സമ്പർക്കമുണ്ട്. 1-2 ഹിന്ദി പണിക്കാരോടെ അത്യാവശ്യം സമ്പർക്കമുണ്ട്. ആ സമ്പർക്കം അത്ര ശരിയാവാത്തതുകൊണ്ടാണ് ഹിന്ദി തന്നെ പഠിക്കാൻ വന്നേ. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദി. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരമാല മുതൽ പഠിച്ചേ പറ്റൂ. ഒരു ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ക്രമമായി അടുക്കിയ പട്ടികയാണ് അക്ഷരമാല. പൊതുവേ ഭാഷ ഉത്ഭവിച്ച് വളരെ കാലത്തിന് ശേഷമാണ് അക്ഷരമാല ക്രമീകരിക്കപ്പെടുക. ബിരിയാണി തിന്നുന്നതിന് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു തുടങ്ങണോ സാറേ? എൻ്റെ പണിക്കാരോട് അത്യാവശ്യം ഹിന്ദി പറയണം. അവർ പറയുന്ന തെറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ.